സങ്കീർത്തനം 138 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ പലരും ഇന്ന് ഒരു ഉത്തരം കാത്തിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ഒരാൾ ജോലി കിട്ടാൻ കാത്തിരിക്കുന്നു, മറ്റൊരാൾ രോഗശാന്തിക്കായി, മറ്റൊരാൾ കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടുവാൻ, മറ്റൊരാൾ വർഷങ്ങളായി ഒരേ പ്രാർത്ഥനയുമായി ദൈവസന്നിധി നിൽക്കുന്നു. നമ്മൾ എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്: കർത്താവേ, എപ്പോഴാണ് ഉത്തരം കിട്ടുന്നത്? പക്ഷേ ഇന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സത്യമാണ്. ദാവീദ് പറയുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചു ഉടനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവൻ പറയുന്നില്ല ഞാൻ വിളിച്ചു ഉടനെ ശത്രുക്കൾ ഓടിപ്പോയി. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, നോക്കട്ടെ: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം ഞാൻ വായിക്കുമ്പോൾ ഒരു കാര്യം എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവത്തിന്റെ ആദ്യത്തെ ഉത്തരം പ്രശ്നം മാറ്റുന്നതായിരുന്നില്ല, ദാവീദിനെ മാറ്റുന്നതായിരുന്നു. ദാവീദിന്റെ ജീവിതം ഒന്ന് ഓർത്തു നോക്കിക്കേ. അവൻ കൊട്ടാരത്തിൽ മാത്രം ജീവിച്ച മനുഷ്യനായിരുന്നില്ല. അവൻ മരുഭൂമിയും കണ്ടിരുന്നു, ഗുഹയും കണ്ടു, ഒറ്റപ്പെടലുകൾ കണ്ടു, വഞ്ചന കണ്ടു. സ്വന്തം മകൻ അബ്ശാലോം പോലും അവനെതിരെ വാൾ ഉയർത്തിയ ദിവസം പോലും ദാവീദ് കണ്ടു. ശൗൽ രാജാവ് വർഷങ്ങളോളം ദാവീദിനെ വേട്ടയാടി. ഒരു രാത്രിയെങ്കിലും സമാധാനമായി ഒന്ന് ഉറങ്ങാൻ കഴിയാതെ ഗുഹകളിൽ ഒളിച്ചിരുന്ന ദിവസങ്ങൾ ദാവീദിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യനാണ് ഈ വാക്യം എഴുതുന്നത്. അപ്പോൾ ദാവീദ് എന്താണ് പറയുന്നത്? കർത്താവേ, നീ എന്റെ ജീവിതത്തിൽ ആദ്യം ചെയ്തത് എന്റെ സാഹചര്യം മാറ്റുകയല്ലായിരുന്നു, എന്റെ ഉള്ളിൽ ബലം നിറയ്ക്കുകയായിരുന്നു. ഇവിടെയാണ് ഒരു വലിയ ആത്മീയ മർമ്മം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ദൈവത്തോട് പറയും എന്റെ പ്രശ്നം മാറ്റണമേ. പക്ഷെ ദൈവം പലപ്പോഴും ആദ്യം പറയുന്നത് ഞാൻ ആദ്യം നിന്നെ ഒന്ന് മാറ്റട്ടെ, നിന്നെ ഒന്ന് തിരുത്തട്ടെ. കാരണം ഉള്ളിൽ ബലമില്ലാത്ത ഒരാൾക്ക് പുറത്ത് കിട്ടുന്ന അനുഗ്രഹം പോലും ഒരു ഭാരമായി മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ആ അനുഗ്രഹം വഹിക്കാൻ കഴിയുന്ന ഹൃദയം ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു വലിയ കെട്ടിടം പണിയണമെങ്കിൽ ആദ്യം അലങ്കാരം ചെയ്യില്ല, ആദ്യം അടിത്തറ ആഴത്തിലിടും. അടിത്തറ കാണാൻ ഭംഗിയില്ല, പക്ഷെ കെട്ടിടത്തിന്റെ ഉയരം തീരുമാനിക്കുന്നത് അടിത്തറയുടെ ആഴമാണ്. അതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ചെയ്യുന്നത് പുറത്ത് കാണുന്ന കാര്യങ്ങളല്ല, ആരും കാണാത്ത നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യനെയാണ് ശക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നത്. അവർ ഇപ്പോഴും രോഗത്തോടു കൂടിയാണ് ജീവിക്കുന്നത്, പക്ഷേ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവരുടെ വിശ്വാസം തകരുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ സാഹചര്യം മാറിയിട്ടില്ല, പക്ഷെ അവരുടെ ഉള്ളം മാറിക്കഴിഞ്ഞു. ദൈവം ഉള്ളിൽ ബലം നൽകിയ മനുഷ്യനെ പുറത്തെ കൊടുങ്കാറ്റ് പോലും എളുപ്പത്തിൽ തകർക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് കർത്താവെ, ഈ മല എന്നിൽ നിന്നും ഒന്ന് നീക്കണമേ, ഈ പർവ്വതം എന്നിൽ നിന്നും മാറ്റണമേ, ഈ പ്രശ്നം എന്നിൽ നിന്നും അകറ്റണമേ. ദൈവം പറയുന്നത് ഞാൻ ആദ്യം നിനക്ക് ഈ പ്രശ്നത്തെ അല്ല, ഈ മല കയറാനുള്ള ശക്തി ഞാൻ നിനക്ക് തരാം. നാം പറയും ഈ കൊടുങ്കാറ്റ് അവസാനിപ്പിക്കണമേ. ദൈവം എന്താ പറയുന്നത്? ആദ്യം ഞാൻ നിന്നെ നല്ലൊരു നാവികനാക്കി തരാം. കാരണം കൊടുങ്കാറ്റ് അവസാനിപ്പിക്കുന്ന ദൈവം മഹാനാണ്, പക്ഷെ കൊടുങ്കാറ്റിനിടയിലും നിങ്ങളെ ഉറച്ചു നിർത്തുന്ന ദൈവം അതിലും മഹാനാണ്. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, എന്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കൂ. പ്രശ്നം മാറിയില്ലെങ്കിലും നിങ്ങൾ മുമ്പത്തെക്കാൾ ശക്തനായിട്ടില്ലേ? മുമ്പ് ചെറിയ കാര്യം കേട്ടാൽ തകർന്നിരുന്ന നിങ്ങൾ ഇന്ന് വലിയ പ്രശ്നത്തിനിടയിലും നിലകൊള്ളുന്നില്ലേ? മുമ്പ് ഭയന്നിരുന്ന നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലേ? അതാണ് ദൈവത്തിന്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ ക്ഷീണിച്ച ആത്മാവിലേക്ക് സ്വർഗത്തിന്റെ ബലം ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ ഭയത്തെക്കാൾ വലിയൊരു ധൈര്യം കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ കണ്ണുനീർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പ്രത്യാശ ഒരിക്കലും അവസാനിക്കത്തില്ല. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്തരം വൈകിട്ടില്ല. ദൈവം ആദ്യം നിങ്ങളെ ഒരുക്കുന്നു, അത് ഒരുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ തകരുന്ന മനുഷ്യരല്ല, ഉള്ളിൽ ബലം പ്രാപിച്ച ദൈവമക്കളായി മാറട്ടെ. കർത്താവ് നിങ്ങളോട് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഞാൻ നിന്റെ സാഹചര്യങ്ങൾ മാറ്റുന്ന പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് നിന്റെ ഉള്ളത്തെ ശക്തമാക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് ഏതൊക്കെ സാഹചര്യങ്ങളാണോ നമുക്ക് ദൈവത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്ന ആ സാഹചര്യങ്ങളിലേക്ക് നമ്മളൊന്ന് അടുത്ത് വരാം. സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം നമ്മുടെ അടുത്തുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കാതെ, പ്രശ്നങ്ങളെ നോക്കാതെ അതിനെ അതിജീവിക്കുവാനുള്ള ബലവും ശക്തിയും ദൈവം ഓരോരുത്തർക്കും തരട്ടെ എന്ന് ഈ സമയം ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉത്തരം വൈകുമ്പോഴും വിശ്വാസം നഷ്ടപ്പെടാത്ത ഹൃദയം ഞങ്ങൾക്കും തരണമേ. ഞങ്ങളുടെ ഉള്ളിൽ നിന്റെ ബലമൊന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭയത്തെ ധൈര്യമായും ക്ഷീണത്തെ ശക്തിയായും മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.